നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടക്കുന്നതിനിടയിൽ വെടിനിർത്തലുള്ള ശ്രമങ്ങൾക്കായി ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് രൂക്ഷമായ യുദ്ധം ആരംഭിച്ചത്. ഇതിനെ തുടർന്ന് തിരിച്ചടിച്ച ഇസ്രായേൽ ഗാസയെ പൂർണ്ണമായി നശിപ്പിച്ചിരുന്നു. ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം 20,000 ആയതായാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഹമാസ് നടത്തുന്ന സർക്കാർ മാധ്യമമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. കൊല്ലപ്പെട്ടവരെ കൂടാതെ ലക്ഷക്കണക്കിന് ഗാസ സ്വദേശികൾ നാടുപേക്ഷിച്ച് പലായനം ചെയ്തതായും കണക്കുകളിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചവരിൽ 8,000-ലധികം കുട്ടികളും 6,200-ലധികം സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ. 52,000-ലധികം ജനങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഗാസയിൽ നിന്ന് 6,700 പേരെ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. 310 മെഡിക്കൽ ജീവനക്കാരും 35 സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും 97 മാധ്യമപ്രവർത്തകരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് മാധ്യമങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതേസമയം വെസ്റ്റ് ബാങ്ക് നഗരങ്ങളായ ഹൈബ്രോണിലും ബത്ലഹേമിലും ഇസ്രായേൽ സൈനികരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചു. ഗാസയിലെ പലയിടത്തും അതിരൂക്ഷമായ ഇസ്രായേൽ ആക്രമണം നടന്നുവരികയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് പ്രതികാരം എന്ന വണ്ണമാണ് ഇസ്രായേൽ പ്രത്യാക്രമണം ആരംഭിച്ചത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1,200ഓളം പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സൈനിക നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. ഇക്കാലയളവിൽ ഖാൻ യൂനിസിലെ നിരവധി ഭീകരരുടെ ഒളിത്താവളങ്ങൾ IDF തകർത്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ സേനയ്ക്ക് നേരെ ടാങ്ക് വേദ മിസൈലുകളും തൊടുത്ത ഹമാസ് ഭീകരരെ ഇസ്രായേൽ സൈന്യം വധിച്ചു. ഷെജയിലെ സ്കൂളിന് സമീപത്തെ മെഡിക്കൽ ക്ലിനിക്കിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളും ഇസ്രായേൽ സേന പരിശോധനയിൽ കണ്ടെടുത്തു. തെക്കൻ ഗാസയിലെ കടൽ തീരത്തിനടുത്തുള്ള ടണൽ ഷാഫ്റ്റ് ഇസ്രായേൽ സൈനിക നീക്കത്തിനിടെ തകർക്കുകയും ചെയ്തു. ഹമാസ് ബന്ദികളാക്കിയ 40 പേരെ മോചിപ്പിച്ചാൽ ഒരാഴ്ച വെടിനിർത്തൽ തയ്യാറാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ബന്ദിമോചനത്തിന് വഴിയൊരുക്കാൻ ഖത്തറുമായി നടന്ന ചർച്ചയിലാണ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നും ഇസ്രായേൽ ദിനപത്രമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ, CIA തലവൻ ബിൽ ബേൺസ്, ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ എന്നിവരാണ് ചർച്ചയിൽ സംബന്ധിച്ചത്. എന്നാൽ ബന്ദിമോചനം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച തുടങ്ങണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നതാണ് ഹമാസിന്റെ വ്യവസ്ഥയെന്നും ഖത്തർ പ്രധാനമന്ത്രി CIA, മൊസാദ് തലവന്മാരെ അറിയിച്ചു. യുദ്ധം നിർത്തണമെങ്കിൽ ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും ഒക്ടോബർ 7 ആക്രമണത്തിന് ഉത്തരവാദികളായവരെ കൈമാറണമെന്നും മൊസാദ് തലവൻ പ്രതികരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.